ലോക പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക തങ്ങളുടെ കിഴക്കൻ ദൗത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. തായ്വാൻ വിഷയത്തിൽ ചൈനയ്ക്ക് മുന്നിൽ അമേരിക്ക മുട്ടുമടക്കുകയാണ്. വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോയെ തടവിലാക്കാൻ കാണിച്ച ആവേശം സ്വന്തം സഖ്യകക്ഷിയായ തായ്വാന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ അമേരിക്കയുടെ ചൈന പേടിയെയാണ് കാണിക്കുന്നത്. നോക്കാം. അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ്, തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. വെനസ്വേലയിൽ അധിനിവേശം നടത്തി അധികാരം പിടിച്ചെടുക്കാൻ കാണിച്ച ധൃതി തായ്വാന്റെ കാര്യത്തിൽ ചൈനയ്ക്ക് നൽകുന്ന ഒരു ലൈസൻസ് ആയാണ് മാറിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ നടത്തിയ പ്രസ്താവന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് തായ്വാൻ പിടിച്ചെടുക്കാൻ നൽകിയ തുറന്ന അനുമതിയായിട്ടാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. തായ്വാന്റെ ഭാവി ഷീ ജിൻപിങ്ങിന്റെ തീരുമാനമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ തന്റെ സൗഹൃദത്തിനാണ്, തന്റെ മനസമാധാനത്തിനും ഒക്കെയാണ് പ്രാധാന്യമെന്ന് ട്രംപ് തുറന്നടിച്ചിരിക്കുന്നു. അതായത് ചൈന തായ്വാനെ ആക്രമിച്ചാൽ അമേരിക്ക വെറുതെ നോക്കി നിൽക്കുമെന്ന് ചുരുക്കം. അദ്ദേഹം തായ്വാനെ ആക്രമിച്ചാൽ എനിക്ക് സങ്കടമുണ്ടാകും എന്ന് ട്രംപിന്റെ വാക്കുകൾ വെറും ഒരു പരിഹാസമായിട്ടാണ് അന്താരാഷ്ട്ര സമൂഹം കാണുന്നത്. തായ്വാനെ ഔദ്യോഗികമായി ഒരു രാജ്യമായി പോലും അംഗീകരിക്കാത്ത അമേരിക്ക അവരെ ചൈനയ്ക്ക് വിട്ടുകൊടുത്ത് ആഗോള രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ ഒരുങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ചൈന തായ്വാന് പിന്നാലെ പായുന്നത്? ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1683 മുതൽ ക്വിങ് രാജവംശം ഭരിച്ചിരുന്ന ഈ ദ്വീപ് 1895 ജപ്പാൻ പിടിച്ചെടുത്തു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തായ്വാൻ വീണ്ടും ചൈനയ്ക്ക് ലഭിച്ചെങ്കിലും 1949 ആഭ്യന്തര യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചതോടെ ദേശീയവാദികൾ തായ്വാനിലേക്ക് പലായനം ചെയ്തു. അന്നു മുതൽ ചൈന പറയുന്നത് തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്നാണ്. എന്നാൽ തായ്വാൻ സ്വയം ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നു. ഈ തർക്കത്തിലാണ് അമേരിക്ക ഇപ്പോൾ ചൈനയ്ക്ക് അനുകൂലമായ നിലപാടിലേക്ക് പരോക്ഷമായി മാറുന്നത്. നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ അമേരിക്കയുടെ ആധിപത്യം അവസാനിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം രാജ്യങ്ങളെ ആക്രമിക്കുന്ന അമേരിക്ക തായ്വാൻ പോലുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളെ ചൈനയുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന ട്രംപിന്റെ നയം ഏഷ്യൻ മേഖലയിലേക്ക് വരുമ്പോൾ വീര്യം കുറഞ്ഞു പോകുന്നു. തായ്വാനെ ആക്രമിച്ചാൽ എനിക്ക് സങ്കടമുണ്ടാകും കേട്ടോ എന്നൊക്കെയുള്ള പരാതികളായി മാറുകയാണ് ട്രംപിന്റെ പ്രസ്താവന. ഉക്രൈന് കൊടുത്ത പിന്തുണ പോലും തായ്വാനില്ല. ചൈനയുടെ അംബാസഡർ ലിയു പെങ്യു വ്യക്തമാക്കിയതുപോലെ തായ്വാൻ ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്ന വാദം അമേരിക്ക അംഗീകരിച്ചു കഴിഞ്ഞു. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾക്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. നമുക്കറിയാം, അരുണാചൽ പ്രദേശ്, ആസാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ചൈനയുടേതാണെന്നൊക്കെയുള്ള അവകാശവാദങ്ങളുണ്ട്. അമേരിക്കയുടെ പിന്മാറ്റവും ട്രംപിന്റെ പ്രസ്താവനകളും ചൈനയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തായ്വാൻ ആക്രമിക്കപ്പെടാൻ ഇനി അധികം നാളുകൾ വേണ്ടിവരില്ല എന്ന സൂചനയാണ് ആഗോള രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്നത്. അമേരിക്കയുടെ ഈ താടിയുള്ള അപ്പനെ പേടിക്കുന്ന നയം ലോകക്രമത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ന്യൂസ് ഇന്ത്യ മലയാളം.